ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു തേനീച്ചക്കൂടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പഴയ 40 വർഷത്തോളം പഴക്കമുള്ളൊരു കറിച്ചട്ടിയാണ്. ഇതൊരു മണ്ണും കൊണ്ടുള്ളതല്ല, ഒരുതരം കല്ലുപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കറിച്ചട്ടിയാണ്. ഇതിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് ചൂട് ഉള്ളിലേക്ക് അങ്ങനെ പെട്ടെന്ന് വരില്ല, സൂര്യപ്രകാശം വരില്ല. ഇത് നമ്മൾ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫ്രെയിമിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വച്ചിട്ട് ഇതിനെ കയറുപയോഗിച്ചാണ് നമ്മൾ കെട്ടിയിടുന്നത്. ഇത് ഇങ്ങനെ മുകൾ ഭാഗത്ത് കവറൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിത് കെട്ടിയിടും. അതിന് മുമ്പ് നമുക്ക് ഇതിന് എൻട്രൻസ് ഭാഗം ഉണ്ടാക്കണം. അതിന് വേണ്ടി നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ ഒരു ഹോൾ ഇട്ടേക്കുവാണ്. അവിടെ നമുക്ക് ഈ കണക്റ്റർ ഒട്ടിച്ചു വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു MC-യിൽ പശയാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ എൻട്രൻസ് ഭാഗത്ത് ഹോൾ അടയാത്ത രീതിയിൽ നമ്മളത് തേച്ച് പിടിപ്പിക്കും. ആ ഭാഗത്ത് നമ്മൾ കണക്റ്റർ ഫിക്സ് ചെയ്യാണ് വേണ്ടത്. ഈ കണക്റ്റർ ഫിക്സ് ചെയ്യുന്ന നേരത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഹോൾ അടഞ്ഞു പോകരുത്. ഹോൾ അടയാത്ത രീതിയിൽ വേണം നമ്മൾ കണക്റ്റർ അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മുടെ തേനീച്ച കൂടിൻ്റെ മുകൾ ഭാഗത്ത് നാച്ചുറലായിട്ടുള്ള മെഴുക് വെച്ച് നമ്മൾ തേച്ച് വെച്ചേക്കുവാണ്. ഈ മെഴുകിൻ്റെ മുകളിൽ നമ്മൾ ഒരു അലൂമിനിയം കോട്ടിംഗ് ഉള്ള ഒരു പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. കട്ട് ചെയ്തെടുത്തേക്കുവാണ്, കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തേക്കുവാണ്. അത് നമ്മളവിടെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ പശ ഈ പേപ്പറിലേക്ക് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഇടയിലൊന്നും ഗ്യാപ്പില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ട അത്യാവശ്യമാണ്. ഉറുമ്പ് മറ്റ് പ്രാണികളൊന്നും ഉള്ളിൽ കിടക്കാൻ പാടില്ല. അതിനുശേഷം എൻട്രൻസ് ഭാഗത്തിൻ്റെ അടുത്തായിട്ട് ഒരു ഹോള് ഇട്ട് കൊടുക്കുക. ഈ ഹോള് ഇട്ട് കൊടുക്കുന്നതിന് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയാണ് നമ്മൾ ഹണി ചേമ്പർ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഹണി ചേമ്പർ അവിടെ ഒട്ടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ എൻട്രൻസ് ഭാഗത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഹോൾ ഇടുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ അടുത്തായിട്ട് ഹോൾ ഇട്ടേക്കുവാണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഹണി ചേമ്പർ വയ്ക്കാൻ പോകുന്നത്. എന്നിട്ട് അത് താഴ്ഭാഗം നമ്മൾ പശ വെച്ച് ഒട്ടിക്കാൻ പോകണം. അതും നമ്മൾ മെഴുക് വെച്ച് തന്നെയാണ് ഒട്ടിക്കാൻ പോകുന്നത്. എൻട്രൻസ് ഭാഗത്തിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, തേനീച്ചകൾക്ക് തേൻ ശേഖരിച്ചുകൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഹണി ചേമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊരു അടപ്പ് വെച്ച് അത് അടച്ചേക്കുവാണ്. അതൊരു കുപ്പിയുടെ അടപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 ഇഞ്ച് വ്യാസമുള്ള പൈപ്പിൻ്റെ മുകൾ ഭാഗം അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ടേപ്പ് വെച്ച് വേറെ ഉറുമ്പൊന്നും കിടക്കില്ലാത്ത രീതിയിൽ നമ്മൾ അടച്ചു. ഇതിനുശേഷം നമ്മൾ വള്ളി ഉപയോഗിച്ച് കെട്ടി തൂക്കി നോക്കി ബാലൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. അതിനുശേഷം നമ്മളിത് ഒരു സ്വാമിങ് നടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വച്ചിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഒരു തേനീച്ചക്കൂട് ഉണ്ടായിരുന്നു. ഇവിടെ സ്വാമിങ് വന്നപ്പോൾ ആ തേനീച്ചക്കൂട് മാറ്റി അവിടെ പുതിയ തേനീച്ചക്കൂട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് അവിടെ വച്ചേക്കുവാണ്. ഇതിന് നമ്മൾ അടുത്തായിട്ട് നമ്മൾ നാച്ചുറലായിട്ട് മെഴുക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സ്വാമിങ് നടക്കുന്ന തേനീച്ചകൾ പെട്ടെന്ന് ഈ കൂട്ടിലേക്ക് ആകർഷിക്കുകയും അത് വന്ന് കളക്ട് ചെയ്യുകയും തേനീച്ച കൂട്ടിലേക്ക് കയറാൻ നോക്കുകയും ചെയ്യും. നമുക്കിപ്പോൾ കാണാം, തേനീച്ചകൾ ഈ മെഴുക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മെഴുക് ഉപയോഗിച്ച് ഇവർ ഈ കൂടിൻ്റെ ഉള്ളിൽ സെല്ലുകൾ ഉണ്ടാകും. മുട്ടയിടാനൊക്കെ ആയിട്ടുള്ള സെല്ല് അവരുണ്ടാകും.